ഓരോ തവണയും നിങ്ങൾ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ പല്ലുകൾ എന്നോട് ചില കഥകൾ പറയാറുണ്ട്. ഇത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ല സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ തന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നാണ്. ബ്ലീഡിങ് ഗംസ് എന്ന് പറയുമ്പോഴത്തേനും ഒന്നെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാത്തതിൻ്റെ ആവും. ഇതെന്ന് പറയുമ്പോഴത്തേനും ഒന്നെങ്കിൽ സ്റ്റൊമക്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ വിട്ട് മാറാത്ത സൈനസ് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ പിന്നെ പുവർ ഓറൽ ഹൈജീൻ. ഇതെന്ന് പറയുമ്പോഴത്തേനും ഏർലി സൈൻസ് ഓഫ് ഡീകെ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഫ്ലൂറോസിസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും മിനറൽ ഇംബാലൻസ് ആവാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗം ഡിസീസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് കാരണം വലിയ വലിയ അസുഖങ്ങളിലേക്ക് കാരണമാവാൻ ചാൻസ് ഉണ്ട്. ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റിക്സ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള അതിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്കിന്നെ കണക്കാക്കാം.